ആരും ക്ലാസ്സിൽ കേറുന്നില്ലേ? ടീച്ചറല്ല, ആരാ പറഞ്ഞ? ആരാണോ എന്തോ. മോർണിംഗ് ടീച്ചർ. Hi, good morning. Good morning, teacher. എല്ലാവരും കേൾക്കൊണ്ടിരിക്കുന്നുള്ളൂ, ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? സ്ട്രെങ്ത് വളരെ കുറവാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 27-28 മിനിറ്റ് ഒക്കെ ആവുമ്പോ 28 ഒക്കെ ആവുമ്പോഴേക്കും ഒന്നും ആളുകളില്ല. ടീച്ചർ, ഇത് കുറെ പേർക്ക് എക്സാം, കുറെ പേർക്ക് പഠിക്കണം, കുറെ പേർക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് അവരവരുടേതായ റീസൺസ് ഉണ്ടാവുമല്ലോ അല്ലെ ജോയിൻ ചെയ്യാത്തതിന്. അതല്ല ടീച്ചർ, രണ്ടും കൂടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ടീച്ചർ. എല്ലാം നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റൂല, അത് വേറെ കാര്യം. അതാ ഞങ്ങൾ ഡിപ്ലോമയും ഇത് രണ്ടും കൂടെ പഠിക്കുന്ന എങ്ങനെ ടീച്ചറെ? രാവിലെ 1 മണിക്കൂർ എന്ന് ഇത് തന്നെ പറഞ്ഞോണ്ടേ ഇരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇനി എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അത് ഇന്ന് എല്ലാ ദിവസവും ഇനി അത് തന്നെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? അത് കഴിഞ്ഞില്ലേ? മതിയില്ലേ? ഓക്കെ. ഇനി വരുമോ പിള്ളേര്? ഇനി വരുമോ കുട്ടികള്? 24 ആണ് ഇപ്പൊ ഇവിടുത്തെ സ്ട്രെങ്ത്. 24 എന്ന് പറഞ്ഞാൽ 2 ഞാനാ. ഒന്ന് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതിന്റെ നോട്ട്, പിന്നെ ഒരെണ്ണം ഞാനാ. അപ്പൊ 22 സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസമൊക്കെ എത്രയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സില്? നിങ്ങൾ നോക്കിയോ? ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കോൾട്ടാ. ആണ്. ഓക്കെ. 48 ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിഷ. അപ്പൊ അത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അറൌണ്ട് 15 അടുത്തൊക്കെ പിള്ളേരുണ്ടായിരുന്നിട്ട് ഇന്നിപ്പോ വളരെ കുറവാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും മേ ബി അല്ലേ? അത് നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും എല്ലാരും വേണമെങ്കിൽ. അതെ അതെ. ഓക്കെ, അത് കുഴപ്പമില്ല. നോക്കി കഴിഞ്ഞിട്ട് അവര് അതിന്റെ ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് ഉള്ള ക്ലാസ്സുകൾ കാണട്ടെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഇൻട്രോ ക്ലാസ്സിലൊക്കെ നമ്മുടെ ഫസ്റ്റ്, അതായത് നമ്മള് ക്ലാസിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാറില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടൊക്കെ. ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, ചിലപ്പോ നിങ്ങൾ അതൊക്കെ മറന്നുകൊണ്ടിട്ട് ഇടയ്ക്ക്. അതിനൊരു കാര്യം ഞാൻ പറയാറുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് റിഗാർഡിങ് യുവർ കോഴ്സ് അല്ലെങ്കിൽ എക്സാംസ്, അങ്ങനെയുള്ള ഡൗട്ട് നമ്മളുടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിലെ ഡൗട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോട്ടിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മുന്നിൽ വന്നിരിക്കുന്ന ഏത് ടീച്ചേഴ്സിനോട് ചോദിച്ചാലും അവരവരുടെ ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന ഡൗട്ട്സ് ക്യാൻ ബി ക്ലിയർ. അവർ ക്ലിയർ ചെയ്യും. ബിക്കോസ് അത് അവരെടുക്കുന്ന ടോപ്പിക്കാണ്, അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചാൽ അവര് തന്നെയാണ് അത് ക്ലിയർ ചെയ്ത് തരേണ്ടതും. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇതുപോലെ ഈ മറ്റ് സംശയങ്ങളില്ലേ, അതായത് നമ്മൾ പഠിക്കുന്നതിന്റെ ഡയറക്ട്ലി ബന്ധമുള്ളതല്ല, പഠനത്തോടൊപ്പം നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എല്ലാ ടീച്ചേഴ്സിനോടും ഇങ്ങനെ വരുന്നവരോട് നിങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു സെന്റൻസ് ഞാൻ ആരോടെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഓക്കെ, അത് ഞാൻ മിക്ക ക്ലാസ്സിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഇൻട്രോ ക്ലാസ്സിലല്ല എങ്കിൽ കൂടി ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ ഓരോ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവരത് എന്നോട് വന്ന് പറയുള്ളൂ. ബിക്കോസ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ഞാനാണ്. അല്ലെങ്കിൽ അതിന്റെ എനിക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മാനേജ്മെന്റിനെ അറിയിച്ച് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുക അതിന്റെ സൊല്യൂഷൻസ്. അപ്പൊ തന്നെ എനിക്കൊരു ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് എനിക്ക് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തരാൻ പറ്റിയെന്നില്ല. കാരണം നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് കൂടി അറിയുന്ന രീതിയിൽ അവര് പറയുന്നതിന് എന്താ പറയാ ഒരു കാര്യമായിരിക്കും ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ അതിന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചോദിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യാം. ഞാനിത് പറഞ്ഞിട്ടുള്ളതാ ഓരോ ടീച്ചേഴ്സിനോട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്റെ ക്ലാസ് ആയിരുന്നു. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വഹിത മിസ്സിന് ഇന്ന് മോർണിംഗില് കുറച്ച് എന്തോ കാര്യമുള്ളതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഇന്നത്തെ എന്റെ ക്ലാസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇന്ന് എന്നോട് ചെറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വരുന്ന ടീച്ചേഴ്സിനോടൊക്കെ ഈ പറയുന്ന ഡൗട്ട്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും, ഞങ്ങൾ ഡിപ്ലോമ ചെയ്യുന്നു, ഞങ്ങൾക്ക് എക്സാം ഉണ്ട്, ഞങ്ങൾ PG പഠിക്കണം, ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. പരാതിയും പരിഭവവും പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പരാതിയും പരിഭവവും നമ്മളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തോ. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എടുക്കും. അതിന് കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. പക്ഷെ ഇപ്പൊ ഇവരോട് എല്ലാവരോടും പറയുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, അവരെടുക്കാൻ ഉദ്ദേശിച്ച് വരുന്ന ടോപ്പിക് ഇപ്പൊ ഒരു പേജ് ആണെങ്കിൽ കൂടി ആ ഒരു പേജ് അവർക്ക് പഠിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം അവിടെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആണെങ്കിലോ അത് പോയി എന്ന് വിചാരിക്കുക, ആ ടൈം അവിടെ പോയി എങ്കിലോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവും കിട്ടിയില്ല. സൊല്യൂഷൻ കിട്ടിയോ ഇന്നലെ? കിട്ടിയോ? വെറുതെ വേസ്റ്റ് ആയിപ്പോയി അല്ലെ? ആ ഒരു ടൈം കൺസ്യൂമിങ് ഒരു 5-10 മിനിറ്റ് അവിടെ വെറുതെ വേസ്റ്റ് ആയിപ്പോയി. 5-10 മിനിറ്റ് കൊണ്ട് ടീച്ചർക്ക് വേണമെങ്കിൽ ഒരു പാരഗ്രാഫിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാമായിരുന്നു. അതെങ്കിലും നിങ്ങളിലേക്ക് കിട്ടിയേനെ അല്ലെ? നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയുമില്ല. ആൻഡ് ഓൾസോ ആ ടൈം വെറുതെ വേസ്റ്റ് ആയി പോവുകയും ചെയ്തു അല്ലെ? അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. അത് രണ്ടും നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമായിരുന്നു ഇല്ല താനും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മിസ്സിനോട് ഞങ്ങൾ ഒന്നില്ലെങ്കിൽ നിഷ മിസ്സിനെ കാണുമെന്ന് പറയുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ അവരുടെ അടുത്ത ടീച്ചർ കയറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ക്ലാസ് ഉണ്ടല്ലോ, 2 മണിക്കൂറാണ് ക്ലാസ്. എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് കൂടി, അത്രയും നേരം ഇരിക്കാമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം എനിക്ക് തരാനോ ആ ലാസ്റ്റ് 5 മിനിറ്റ്സ് വേണമെങ്കിൽ എനിക്കൊന്ന് കയറാൻ പറ്റും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ ചെയ്താൽ പോരെ? ശരിയാണോ അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ശരിയാണെന്ന് ആരാ പറഞ്ഞ? ശരിയാണെന്ന് ആരാ പറഞ്ഞ ശരിയാണ്? ടീച്ചർ 10:29 ആകുമ്പോ ഇറങ്ങി. ഇപ്പം 12, ഇപ്പം ടീച്ചർ കയറിയില്ലേ 10:30 തൊട്ട് 11:30 വരെ. 11:29 ആകുമ്പോൾ ടീച്ചർ പോകും. എന്നിട്ട് 5 മിനിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ പറയാൻ. ടോം പറഞ്ഞത് മനസ്സിലായില്ല ടോമിന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ ആ ഫസ്റ്റ് 2 മണിക്കൂറാണോ നിങ്ങൾക്ക് ക്ലാസ്? ആണോ? 2 മണിക്കൂർ ക്ലാസ് 12:30 കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ, ഇവിടെ ഇരിക്കുന്ന ടീച്ചർ, എല്ലാ ദിവസവും എന്റെ ക്ലാസ്സിലായിരിക്കും. ഒരു ദിവസത്തെ ക്ലാസ് ഉള്ളൂ, വൺസ് ഇൻ എ വീക്ക് ആണ് എനിക്ക് ക്ലാസ് ഉള്ളത്. അതായത് ഈ 2 ദിവസമാണെങ്കിൽ 2 ദിവസം, ആ 2 ദിവസത്തെ ക്ലാസ്. അപ്പൊ എല്ലാ ദിവസവും ഞാനിവിടെ വരുന്നില്ല എന്നോട് ഡൗട്ടുകൾ ചോദിക്കാൻ. അപ്പൊ ഇപ്പൊ മറ്റേതെങ്കിലും ടീച്ചർ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാൻ നിഷ മിസ്സിനോട് വരാൻ പറയൂ. അപ്പൊ ഒന്ന് പറയുമ്പോ എന്ത് ചെയ്യും, ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പോകരുത്, നിങ്ങൾ അവിടെ ഇരിക്കണം, വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ ടീച്ചറെ അറിയിക്കാം എന്ന് പറഞ്ഞാൽ അവർ വന്ന് എന്നോട് പറയും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറൂലേ? ആ ലാസ്റ്റ് അവരുടെ സമയമല്ല ഞാൻ എടുക്കുന്നു പറയണേ. മനസ്സിലായി ടോമിന്? 12:30 ശേഷമുള്ള ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് വെറുതെ അവിടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതുകൊണ്ട്, കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ എന്താ പറയാ ഇങ്ങനെ ചോദിച്ചു 2 ടീച്ചേഴ്സിനോടും. അവർ മാറി വരുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സമയവും പോകും, നിങ്ങളുടെ സമയവും പോകും. നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ് നമുക്ക് ഓരോ മണിക്കൂർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്യേണ്ട. ഇനി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്തിട്ട് പോകുക, അല്ലെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചോദിക്കുക, ടീച്ചറെ ഇന്ന ഭാഗം ഞങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാം. അത് ജെന്യുവൻ ആയിട്ടുള്ള നിങ്ങളുടെ ആവശ്യമാണ്.
ബിക്കോസ് കാരണം അത് ക്ലിയർ ചെയ്യേണ്ടത് ഞാനല്ല, അവരെടുക്കുന്ന ടോപ്പിക് അവർ തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ വരുമ്പോ ഒന്നില്ലെങ്കിൽ ഞാൻ വരുമ്പോ അല്ലെങ്കിൽ ടീച്ചറിന് അത്യാവശ്യമാണെങ്കിൽ അർജന്റ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യാണ്, ടീച്ചറിനോട് പറയാനുണ്ട്, ഒരു മിനിറ്റ് ഒന്ന് വരാൻ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരും. നിങ്ങളുടെ എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ ഞാനത് കേൾക്കും. ആ കേട്ടിട്ട് എനിക്ക് തരാൻ പറ്റുന്ന സൊല്യൂഷൻ ആണെങ്കിൽ ഞാൻ തരും, അല്ലെങ്കിൽ നമ്മൾ മാനേജറുമായിട്ട് അത് എന്താ പറയാ ഡീൽ ചെയ്തതിന് ശേഷം അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചോദിച്ചതിനുള്ള സൊല്യൂഷൻ അത് പറയാൻ പോണേ. ഇപ്പൊ നമ്മളുടെ 9th ബാച്ചുകാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 9th ബാച്ചുകാർക്ക് 3rd and 4th മൊഡ്യൂളുകൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡിപ്ലോമയുടെ 3rd 4th മൊഡ്യൂളിന്റെയും 4th മൊഡ്യൂളിന്റെയും എന്താ പറയാ അവരുടെ എക്സാംസ് കഴിഞ്ഞിട്ടില്ല, അവർക്ക് ക്ലാസ്സുകൾ ഓൺ ഗോയിങ് ആണ്. അപ്പൊ അവരുടെ ആ ടോപ്പിക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് അതിലേക്ക് ഒരു ഇച്ചിരി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ ഈ PG എന്ന് പറയുന്നത്. അപ്പൊ PG-യിൽ വരുമ്പോ മൊഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന മിക്ക കാര്യങ്ങളും ടേംസ് ആയിക്കോട്ടെ ചില കാര്യങ്ങളായിക്കോട്ടെ അവർക്ക് കണക്ട് ചെയ്തത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ടീച്ചേഴ്സ് പിന്നെ വീണ്ടും ഡിപ്ലോമയുടെ കാര്യം പറയാനായിട്ട് ഇവിടെ സമയമില്ല. നമുക്ക് ഓരോന്നിനും ഓരോ ടൈമിംഗ് ഉണ്ട് അല്ലെ, 6 months + 4 months ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് തരും. എന്ത് ചെയ്യും, 9th ആളുകളെ തൽക്കാലം നമ്മൾ ഇതിൽ നിന്ന് മാറ്റും. 9th ബാച്ചുകാരെ അവർ മാറ്റിയിട്ട് അവർക്ക് വീണ്ടും PG-യുടെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ബാച്ചിനോടൊപ്പം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏതായാലും കയറിയതല്ലേ, അവിടെ ഇരുന്നോട്ടാ, ഇന്ന് പോവല്ലേ. നിങ്ങൾ കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ഉണ്ടാവില്ല, ആകെ 32 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം മുതൽ 9th ബാച്ചുകാരെ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാണ് എന്നാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് സെയിം ആസ് യൂഷ്വൽ നിങ്ങളുടെ PG ക്ലാസ്സുകൾ തന്നെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, കാരണം അവരുടെ എല്ലാം കഴിഞ്ഞു. അവർക്ക് എക്സാംസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. എക്സാംസിന് നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് ക്ലാസ്സുകൾ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി നിങ്ങൾ കയറുക, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണുക. അപ്പൊ ഇനി ബാക്കിയുള്ള സമയം നിങ്ങൾ എക്സാംസിന് വേണ്ടി, ഇത്ര വലിയ കാര്യമൊന്നുമില്ല, ഓരോ മൊഡ്യൂൾ വൈസുള്ള എക്സാം അല്ലേ, ഓരോ ദിവസം ഓൾട്ടർനേറ്റ് ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് എക്സാംസ് ഉള്ളത്. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം ഇല്ല, അടുത്ത ദിവസമാണ് എക്സാം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനും പറ്റും. കാരണം നിങ്ങൾ വേറെ ഒന്നും പഠിക്കുന്നുമില്ല. നിങ്ങളുടെ കൂടി ടൈം കൺസ്യൂമിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ആ ഒരു എന്താ പറയാ കുറെ സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാഗ് ആവും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ജോലിക്കൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ എന്തിനാ അത്രയും സമയം കളയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതും കൂടി, ആ 2 കാര്യങ്ങളും കൂടി കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇന്നിപ്പോ ഒത്തിരി പേര് PG-യിൽ കയറിയ, PG-യിലെ ക്ലാസ്സില് 9th ബാച്ചില് ഏകദേശം എത്ര പേര് കയറിയുണ്ട് ഒന്ന് പറയാമോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ടോം ഉണ്ട്, പിന്നെ രശ്മി, 5 ഉണ്ട്. 5 പേരുള്ള ആകെ അല്ല, 5 എന്ന് പറയുന്നത്. ഓക്കെ, ഫരീഷ ഉണ്ട്, സ്വാതി ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഒരു ഇത്തിരി നേരമുള്ളൂ. ഇനിയിപ്പോ 3:45 ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് ഭാഗങ്ങളെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്താലേ, അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ, എന്ന് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ദിവസം മുതൽ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. അവിടെ പറയുന്ന കാര്യങ്ങളെ, അവിടെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ അതൊന്ന് നോക്കാട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ഡൗട്ട്സ് വരിക. ഈ ഒത്തിരി ഡൗട്ട് കൊണ്ടുവന്ന് ഇതെല്ലാം കൊണ്ടുവന്ന് ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അതെ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാ ക്ലാസ്സുകളൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സുകള്. അതുപോലെ തന്നെ റീഅറേഞ്ച്മെന്റ് നടത്തിയതുപോലെയുള്ള 8ഉം 9ഉം ഒക്കെ ആഫ്റ്റർനൂൺ സെഷനിലേക്ക് ആക്കിയില്ലേ, അങ്ങനെ ആ ക്ലാസ്സുകൾ അങ്ങനെ തന്നെയായിരിക്കും പോവുക. ആഫ്റ്റർനൂണിലുള്ള ആക്കിയില്ലേ നിങ്ങളുടേത്? എല്ലാ ക്ലാസ്സും ആഫ്റ്റർനൂണിലാണ്. 9 കൂടെ ഒരുമിച്ചാണ് മാഡം. അല്ല, എയും ബിയും കൂടെ ഒരുമിച്ചാണ്. അതന്നെ, എയും ബിയും കൂടിയാണ് ഒരുമിച്ച്. 8ഉം 9ഉം ഒരുമിച്ചല്ല. ഓക്കെ, 9th എയും ബിയും ബാച്ച് മോർണിംഗ് സെഷനിലുള്ള ബാച്ച്
നമ്മൾ ഉച്ചയ്ക്കുള്ള ബാച്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. 9th-കാരെ ജസ്റ്റ് നമ്മൾ ഈ PG ക്ലാസ്സിൽ നിന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം. അടുത്ത ബാച്ച് തൊട്ടടുത്ത ഈ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും എന്താ പറയാ തുടങ്ങും. അപ്പോഴേക്കും നിങ്ങൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചോളൂ. നിങ്ങളുടെ ആവശ്യം മാനിച്ചാണ്. കാരണം നിങ്ങളാണ് കുറച്ച് കൂടുതൽ എന്താ പറയാ ട്രാക്കിലായി പോയ പോലെ വന്നത്. അതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല. അവരുടെയൊക്കെ 3rd 4th മൊഡ്യൂളൊക്കെ കഴിഞ്ഞാൽ അവർക്കിത് ഇപ്പൊ തന്നെ അതങ്ങോട്ട് പഠിച്ചാൽ അതിന്റെ കൂടെ ഒപ്പം കണക്ട് ചെയ്ത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിന് കയറണോ ടീച്ചറെ? ഇന്ന് ക്ലാസ്സിൽ കയറണോ? അപ്പൊ കയറിയിരിക്കല്ലോ ടോം, അവിടെ ഇരുന്നേ സമാധാനപ്പെട്ട് അവിടെ ടോം ഒരു പോസിറ്റീവ് ഒരു തിങ്കിങ്ങിലേക്ക് വാ. പോസിറ്റീവായിട്ട് ഇപ്പൊ ഇറങ്ങി പോകട്ടെ എന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്ക് ഇഷ്ടാവോ? ആവോ? നമ്മള് ഈ നിശ വേണമെങ്കിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും ടീച്ചറെ. അതായത് എന്ന് വെച്ചാൽ ആ കൊച്ചു മൊത്തം പഠിച്ചിട്ടിരിക്കുക, അവള് ഡിപ്ലോമ മൊത്തം പഠിച്ചിട്ടിരിക്കുക കേട്ടോ. അതായത് എന്തെങ്കിലും മനസ്സിലായോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവള് പറയാം ആ മനസ്സിലായി. അപ്പോഴത്തേനും ടീച്ചർ അടുത്തെടുത്തോണ്ട് നോക്കും. മനസ്സിലായി? എല്ലാ ടീച്ചർമാരുടെ അതിനകത്തും അവൾ അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അവള് ചിരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അവളുടെ കാര്യം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും അല്ല, ഞാൻ കാര്യമായിട്ടാണ് കാണിച്ചത്. ഒരു മിനിറ്റ് ടോം, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഞാൻ ടോമിന് മനസ്സിലായില്ല എങ്കിൽ ടോമിന് റെസ്പോണ്ട് ചെയ്യാം. ഓരോരുത്തർക്കും അവരവരുടേതായ ഒപ്പീനിയൻ പറയാനുള്ള അവകാശമില്ലേ? അല്ല, പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഉടനെ പോകുമല്ലേ ടീച്ചർമാര്? ഇല്ല ടോം, ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഞാനാണ് പറയേണ്ടത്. എനിക്ക് മനസ്സിലായെങ്കിൽ സോ ഞാൻ പറയും എന്റെ ആൻസർ. കാരണം എന്താണെന്നറിയോ, ഇവിടെ നമ്മളിത് മ്യൂട്ട് ചെയ്തു, ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. വീണ്ടും ഞാൻ മ്യൂട്ട് ചെയ്യാണ്. എന്തിനാണെന്നറിയോ, ഈ ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കാണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാനുള്ള ഏക വഴി നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ അവിടെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തമ്പായിട്ടോ ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളത് പറയും. ഞാൻ എന്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരാൾക്ക് അപ്പൊ ആ കുട്ടി അത് പ്രതികരിക്കുമ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? എല്ലാവർക്കും മനസ്സിലാക്കി പിന്നെ തന്നെയല്ലോ കുറെ പേര് എന്താ പറയാ 2 more have raised hands എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ അവര് ഹാൻഡ് റേസ് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിട്ട് ഇവിടെയും വരുന്നുണ്ട്. നമുക്കത് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ കാണുമ്പോ എന്ത് പറ്റും നമുക്ക്? അപ്പൊ അത് മനസ്സിലായി. അപ്പൊ ഇനി അതിനകത്ത് ഒരാൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം എന്ന് അത് പറയണമല്ലോ. ഓക്കെ, അത് പറയണം. ടീച്ചർ ഒന്നും കൂടി പറയണം. നമ്മൾ അങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? എന്റെ ഒപ്പീനിയൻ എന്റേത് മാത്രമാണ്. അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും നമുക്ക് ഇവിടെ ആരെയും നമ്മൾ എന്താ പറയാ വ്യത്യസ്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ആരോടും നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാവരും നമ്മൾ ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. ടോമിനി ആയിക്കോട്ടെ, ഇത് ഇവിടെ ഒത്തിരി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, ഇവരൊക്കെ നമ്മളുടെ നേരത്തെ ഉള്ള ബാച്ചിലെ കുട്ടികളാ. അനിത, ഓക്കെ, ഇവര് എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ആർക്കും ഇവിടെ യാതൊരു എന്താ പറയാ ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോ അങ്ങനെ ഒരു കാര്യം ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ ഞങ്ങള് ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നു. ഓക്കെ, അപ്പൊ ആ സൊല്യൂഷൻ തരിക എന്നുള്ളതായിരുന്നു എന്റെ ഡ്യൂട്ടി. അത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അപ്പൊ എന്നോട് സൗകര്യം ഒരുക്കി തന്നു. അപ്പൊ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങളത് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, പറയില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ടീച്ചേഴ്സ് വിചാരിക്കുന്നത് എന്താ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ അത് അന്നേരം തന്നെ പറയണം. ടീച്ചർ എടുക്കുന്നത് അല്ലെങ്കിൽ ടീച്ചർ ആ പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? പിന്നെ എന്തിനാ നമ്മള് ഒരാളെങ്കിലും ഇപ്പൊ 1, 2, 3 പ്രാവശ്യം കൂടിയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പഠിപ്പിച്ച ഭാഗം ക്ലിയർ ആയില്ല. ഓക്കെ, അതല്ലാതെ നമ്മളിപ്പോ ഒരു എന്താ പറയാ വലിയൊരു ഇതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടോം, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അല്ലെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാതെ പോയിട്ടുണ്ടോ? ഡിപ്ലോമയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളുണ്ട് ഇവിടെ. ഇതല്ലാതെ ഡിപ്ലോമേനെ വിട്ടേക്ക്, ഡിപ്ലോമ ഞാൻ എടുക്കാത്തവരും ഉണ്ട് ഇവിടെ. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെങ്കിലും ഇപ്പൊ 2 or 3 ക്ലാസ് ഞാൻ എടുത്തു. ഈ ക്ലാസ്സിൽ ഞാൻ ഇവിടെ നിങ്ങൾ പറഞ്ഞു ടീച്ചറെ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് അവരെ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇന്ന കുട്ടിക്ക് മാത്രം മനസ്സിലായി അതുകൊണ്ട് ഞാൻ മുന്നോട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ? അത് ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഏതെങ്കിലും ടീച്ചേഴ്സ് ചെയ്തോ? ഞാൻ മാത്രമല്ല, മറ്റു ടീച്ചേഴ്സ് ചെയ്തോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം.
ഓക്കെ, അത് ഞാൻ അതിന് എന്താ പറയാ, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ വെറുതെ കുറ്റം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ എന്താ കുഴപ്പം? ടോമിന് മനസ്സിലായിട്ട് ടോം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, ടോം ടീച്ചറെ എനിക്ക് അത് മനസ്സിലായില്ല, ആ പോയിന്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി, അതെന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ ഓരോ ടീച്ചേഴ്സും നമ്മൾ ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഓക്കെ ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ ടോമിന് ഞാൻ പറഞ്ഞത് ഇതാണ്, ഇന്ന് നിങ്ങൾ ഇരിക്കണമെങ്കിൽ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. ഇല്ല നിങ്ങൾക്ക് വേണ്ടാന്നിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നു ജോയിൻ ചെയ്തത് കൊണ്ട് ഇപ്പൊ അവിടെ ഇരുന്നോ എന്ന് എന്റെ ടോപ്പിക് എടുക്കുമ്പോ ഇച്ചിരി വേണമെങ്കിൽ കേട്ടോ. ഏതായാലും ഇന്ന് ജോയിൻ ചെയ്തില്ലേ, അടുത്ത ദിവസം ഇനി എന്തായാലും നമ്മൾ സ്പീക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വീണ്ടും തുടക്കം തുടങ്ങിയെടുക്കണം. കാരണം പുതിയ ബാച്ചിന്റെ കൂടിയായിരിക്കും നിങ്ങളുടെ ക്ലാസ് ഉണ്ടാകുക. തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും, അവരുടെ ഒപ്പം ആകുമ്പോൾ തുടക്കം തുടങ്ങിയെടുക്കണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങളെ ചേർത്ത് നിർത്തിയതാ, ഞാൻ ഇറങ്ങി പൊക്കോ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന് കയറിയതല്ലേ, നമ്മൾ അവിടെ ഇരുന്നോ. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് കേൾക്കുക. അടുത്ത ദിവസം തുടങ്ങി നിങ്ങൾക്ക് ഇൻഫോർമേഷൻ നിങ്ങളുടെ എന്താ പറയാ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരുമ്പോ അതനുസരിച്ച് നിങ്ങൾ വേണം കയറണമെന്നില്ല. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം വെളിച്ചപ്പോ കയറണോ എന്നുണ്ടെങ്കിൽ കയറുക, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ചെയ്താൽ മതി. നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു ചെറിയ മാറ്റം പറഞ്ഞത്. ഓക്കെ, അത് കുഴപ്പമില്ല ടോമ, അത് പ്രശ്നമില്ല. ആര് പറഞ്ഞതായാലും നമുക്ക് എല്ലാവരെയും വേണം. നിങ്ങളിപ്പോ ഞങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഒരുമിച്ച് ഇരിക്കുമ്പോഴോ കുറച്ചു നേരം സംസാരിക്കുമ്പോഴോ നമ്മളൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് കാണുന്നവരാ. അങ്ങനത്തെ ഒരു പ്രകൃതമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് നിങ്ങളെല്ലാവരും, എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളെല്ലാവരും നമ്മളുടെ എന്തോ ഒരു ഭയങ്കര ഒരു എന്താ ഒരു ബോണ്ടിങ് ഒക്കെ ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇത് പറയുന്നതും. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞാലും ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളനുസരിക്കും എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. ഞാനൊരു സജഷൻ പറഞ്ഞതാണ്. ഇതുപോലെ നമ്മൾ ഓരോ ടീച്ചേഴ്സ് വരുമ്പോ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരാളോട് ആ ചോദിച്ചിട്ട് അതിന് ഉത്തരം തരാൻ പറ്റുന്ന ആളോട്, അല്ലെങ്കിൽ അതിനെ എന്താ പറയാ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാനാണ്. എല്ലാ ക്ലാസ്സിലും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ നേരിട്ട് എന്റെ മാത്രം ഒപ്പീനിയൻ അല്ല അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ മാനേജ്മെന്റുമായിട്ട് ചോദിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ഉത്തരം തരാൻ പറ്റും. അല്ല എല്ലാ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് ഓരോരുത്തരും അവരവരുടേതായ ഓരോ രീതിയിൽ അഭിപ്രായം പറഞ്ഞാൽ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആവില്ല, നല്ലൊരു ഉത്തരവും കിട്ടില്ല. ക്ലിയർ ആണോ പറയുന്നത്? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു സജഷൻ വെച്ചത്. എല്ലാവർക്കും അത് എന്താ പറയാ നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഭംഗിയായി പൊക്കോളും ചെയ്യും. മറ്റു ടീച്ചേഴ്സിനെ നമ്മൾ മറ്റു കാര്യങ്ങൾ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എങ്കിൽ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ. 8 ബാച്ചുകാർക്ക് എന്താ സെയിം പ്രോബ്ലം? 8 ബാച്ചുകാർക്ക് എന്താ പ്രശ്നം? എക്സാമിന് ഗ്യാപ്പ് ഇല്ല, അങ്ങനെയാണോ? നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റഡി ലീവ് അല്ലേ? 8 ബാച്ചുകാർക്ക് ഇപ്പൊ സ്റ്റഡി ലീവ് അല്ലേ? അല്ലേ? 8 ബാച്ചുകാരുടെ ക്ലാസ് തീർന്നോ? സോറി, 8 ബാച്ചുകാരുടെ സ്റ്റഡി ലീവ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടല്ലോ. ക്ലാസ് ഉണ്ട്, തീരാറായിട്ട് ക്ലാസ്സിന്റെ സ്റ്റഡി ലീവ് വരാറായിട്ടില്ലേ? 9th. അതായത് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അതിന്റെ കലണ്ടർ, എക്സാമിന്റെ കലണ്ടർ ഇട്ട് തന്നിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഏകദേശം തീരാറായ രീതിയിലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ടോപ്പിക്കുകളൊക്കെ ഏകദേശം എല്ലാവരെയും എന്താ പറയാ ഒരുവിധമൊക്കെ കവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇവർക്കാണ് കുറച്ച് എന്താ പറയാ തുടങ്ങിയിട്ടുള്ളൂ, 3rd 4th മൊഡ്യൂളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ആ ഒരു ടച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് മാറ്റി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെയിം ഡേയ്സ് തന്നെ 2 ചാപ്റ്റർ മീൻസ് 2 മൊഡ്യൂളാണ്. ഓക്കെ ചോദിക്കാം. യെസ്, അത് നമുക്കൊന്ന് അത് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് എക്സാമിന്റെ ടൈം ടേബിൾ ഞാൻ കണ്ടില്ല. ഓക്കെ, അതുകൊണ്ടാ. യെസ്, മ്യൂട്ട് ചെയ്തിരിക്കുകയാണല്ലോ, മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണോ?
മിനിറ്റ്. അത് കുഴപ്പമില്ല. 9th അത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണേ. 9th ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് അത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ മെസ്സേജ് ഇൻഫോർമേഷൻ അങ്ങോട്ട് തരുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, അതിനെ കുറിച്ച് ചോദിക്കാം. ഇതിപ്പോ നമ്മൾ ഇതുകൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു. അത് നിങ്ങളൊന്ന് ചോദിച്ചേക്കണേ. ഞാനിപ്പോ ഇത് നിങ്ങൾക്കിടെ ആവശ്യമായതുകൊണ്ട് അത് ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്കത് ഇൻഫോർമേഷൻ ആയിട്ട് തന്നു മാത്രം. അപ്പൊ നിങ്ങൾ അതൊന്ന് ചോദിച്ചേക്കുക. അത് അങ്ങനെ ആർക്കെങ്കിലും ഇത് രണ്ടും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ലാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. നിങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ എന്താന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം കേട്ടാ. ഓക്കെ, ഇനി എന്താ ടോമിന് ഇനി നമ്മുടെ ക്ലാസ്സും പോകൂലല്ലോ ഒന്ന്. എന്ത് പറ്റി ടോം? ടീച്ചറെ അപ്പോഴേ ഞങ്ങൾക്കില്ലയോ ഈ പിജിയും ഡിപ്ലോമയും ഇപ്പം നടത്തത്തില്ലെന്നാണ് മാഡം പറയുന്നത്? ഒരുമിച്ച് പിജിയും ഡിപ്ലോമയും ഇല്ലെന്നാണ് ഇപ്പൊ മാഡം പറയുന്നത് 9th ബാച്ചിന്. ഡിപ്ലോമയുടെ ക്ലാസ് ഇപ്പൊ സാധാരണ നടക്കുന്നത് പോലെ നടക്കും. നിങ്ങൾക്ക് ഉച്ചയ്ക്കല്ലേ ഡിപ്ലോമ ക്ലാസ്സുകള്? അതായത് അപ്പോഴും ഓക്കെ മനസ്സിലായി. അപ്പൊ പിജി ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് വരുന്നത് 9th ബാച്ചിന്? നിങ്ങളുടെ ഈ പോർഷൻസ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആവാറാകുമ്പോ 3rd 4th മൊഡ്യൂളുകളെ അതെ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല. കൂടുതൽ ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നതേ അതായത് കൂടുതൽ ആളുകളുടെ കുട്ടികളുടെ എന്താ പറയാ ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്ക് 3rd 4th മൊഡ്യൂളുകൾ എന്താണെന്ന് അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന കുറെ ടേംസുകളൊക്കെ ഇവിടെ ഈ ഇപ്പൊ പിജിയുടെ കോഴ്സിനകത്ത് വന്നിട്ടുണ്ട്. അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർന്നത് ആണ് ഇവിടെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണമാണ് കൂടുതൽ ആളുകൾ അവിടെ ഓഫീസിലേക്ക് അറിയിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ആണ്. അല്ലാതെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ട്. ഇപ്പൊ ഇവിടെ ചോദിച്ചല്ലോ ഇത് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നവർ. അത് കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അത് കണ്ടോണ്ടാണ് ഞാൻ ഇപ്പം ചോദിച്ചത്. അതന്നെ. അപ്പൊ അവർക്ക് ചിലവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവര് ചിലപ്പോ സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അത് അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടം. സോ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ചോദിച്ചേക്കണേ. ഓഫീസിലെ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങളതൊന്ന് ചോദിച്ചേക്കാട്ടോ. ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമേ, അല്ലാതെ ടീച്ചർ പറഞ്ഞു ഇനി എന്തായാലും ഇവിടെ കേറണ്ട എന്ന് പറഞ്ഞു എന്ന് പറയരുത്. ടീച്ചറിന്റെ പേരെല്ലാം വേണം ടീച്ചർ ചോദിച്ചത്. ഇന്നത്തെ കാര്യം ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അത് ടീച്ചർ ഒന്ന് പറഞ്ഞേ. ഇന്ന് എങ്ങനെയാണ് ഇപ്പം കാര്യങ്ങള്? ഇന്നിപ്പോ ടോമിന് ഇവിടെ ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇരിക്കുക. ഇനിയിപ്പോ ഞാനിപ്പോ അങ്ങനെ പറയട്ടെ. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞത് ടോം ഇന്നിപ്പോ എന്തായാലും ക്ലാസ്സിൽ കയറിയല്ലോ, അപ്പൊ അവിടെ ഇരിക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ടീച്ചർ കുട്ടിയോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞോ അവിടെ ഇരിക്കി ടോം എന്നല്ലേ പറഞ്ഞത്? ടോമിനോട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ടോമേ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ ഡിപ്ലോമ ക്ലാസ്സിൽ ഡിപ്ലോമയിൽ പോയി കയറിയോ? ഞാൻ ആക്ച്വലി അവിടെ ഇൻഫോം ചെയ്തതെന്ന് വെച്ചാൽ എന്റെ കാര്യം ഇൻഫോം ചെയ്തതെന്ന് വെച്ചാല് ഞങ്ങൾ ഡിപ്ലോമ പഠിക്കുന്നുണ്ട് ടീച്ചറെ. ഞങ്ങൾക്ക് ചിലതൊന്നും മനസ്സിലായിട്ടില്ല. ഡിപ്ലോമ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോഴും നിശ അത് ചേച്ചിയാന്നോ അനിയത്തിയാന്നോ ഒന്നും എനിക്കറിയില്ല. പുള്ളിക്കാരി പറയുന്നതും മനസ്സിലായെന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു. അപ്പം ടീച്ചർമാരുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് എനിക്ക് പുള്ളിക്കാരിയോട് ദേഷ്യമൊന്നും ഇല്ല. ഞാൻ പുള്ളിക്കാരുടെ മനസ്സിലായെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അടുത്ത് പഠിച്ച് പോയി തീർന്നു. അടുത്ത് പോയേക്കോ ടീച്ചർമാര്. ഇപ്പൊ പറഞ്ഞത് അതാണ് ഇപ്പൊ ശരിക്കുള്ള റീസൺ. ഇത് ഇങ്ങനെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എന്ത്, നിങ്ങൾക്ക് 3rd 4th മൊഡ്യൂളുകൾ തുടങ്ങിയിട്ടുള്ളൂ, അപ്പൊ അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ നിങ്ങളെ തൽക്കാലത്തേക്ക് PG സെഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താനാണ് ഓഫീസിൽ നിന്ന് തീരുമാനിച്ചിരിക്കുന്നത്, മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ കുട്ടികൾ കുറച്ചു പേര് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നവർ ചെയ്തോട്ടെ എന്ന്. ഇതൊക്കെ വഴി അങ്ങനെയുള്ളവർ ഒന്ന് ജസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇതിനോടൊപ്പം തന്നെ തീർത്ത് പോകണോന്ന് യു ക്യാൻ ഡിസൈഡ്. അത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. ഓക്കെ, എന്നോട് പറഞ്ഞ ദൗത്യം ഞാൻ നിറവേറ്റി. എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ ടോമിന്റെ? എന്നോട് വിരോധം ഉണ്ടാവല്ലേ? ടീച്ചറിനോട് വിരോധം ഉണ്ടോന്നോ? ഈ എന്നെ പഠിപ്പിച്ച ഏതേലും ടീച്ചറിനോടും ടീച്ചറിനോട് ചെന്ന് ചോദിച്ചോക്കെ.
അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരോട് ചോദിച്ചു നോക്കും ഞാൻ എങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നു. എന്റെ പൊന്നോ, അറിയാതെ പറ്റിപ്പോയതാ. ടീച്ചർ മ്യൂട്ട് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. ക്ലാസ് ഓഫീസ് നമ്പരാണോ? ഐശ്വര്യ ആരാ പറയാൻ പോയേ? എന്തു പറ്റി? ഞാനാണ് എക്സാമിന് ടൈമിന്റെ കാര്യം പറഞ്ഞതേ. ഓൾറെഡി മറ്റേ ഫീസ് അടയ്ക്കണത് വന്ദന എന്നുള്ളൊരു മാഡത്തിന്റെ അടുത്താണ്. സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം. ആ പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് ജോലിക്കാര് അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞത് കൊണ്ടാണ് 8th തൊട്ട് ഒറ്റ ദിവസം ആക്കിയേക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ അത് എക്സാം പക്ഷെ അത് മെയിൻ എക്സാം പറഞ്ഞ പോലെ തന്നെ സെയിം ഡേ തന്നെയാണ് രാവിലെ വൈകുന്നേരമായിട്ട് ചാപ്റ്റേഴ്സ് വന്നേക്കണത്. ഫസ്റ്റ് ചാപ്റ്റർ രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാപ്റ്റർ, പിന്നെ 2 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തേർഡ് രാവിലെ, ഫോർത്ത് ഉച്ച കഴിഞ്ഞിട്ട്, അങ്ങനെയാ വന്നേക്കണം. ഗ്യാപ്പില്ല. അപ്പൊ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോന്നുള്ളതാ. പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത് ഈ ജോലിക്കാര് പറഞ്ഞുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില വർക്ക് സ്ഥലത്ത് അവർക്ക് എന്താ പറയാ ഹാഫ് ഡേ അങ്ങനെ പെർമിറ്റഡ് അല്ല ലീവ് എടുക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ. അപ്പൊ ലീവ് എടുക്കുകയാണെങ്കിൽ ഒറ്റ ദിവസമായിട്ട് ലീവ് എടുക്കാം. ഹാഫ് ഡേ ഒന്നും അവര് എന്താ പറയാ പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് ഉള്ള കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെനിക്ക് ഒന്ന് ഗ്രൂപ്പായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എക്സാമിന്റെ ആ ഒരു കാര്യം അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണ് അറിഞ്ഞേക്കണേ. ഞാനും അങ്ങനെ തന്നെയാണ് അറിഞ്ഞത്. അപ്പോ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ടൈം ടേബിൾ ഞാൻ 8th ടൈം ടേബിളിലേക്ക് പെട്ടെന്ന് നോക്കിയിട്ടില്ല. 6th 7th ഒക്കെ ടൈം ടേബിൾ ഏകദേശം നമുക്കറിയാം എക്സാം നടക്കുന്നത്. ബാക്കി 8th കുറച്ചും കൂടി പോർഷൻസ് കവർ ചെയ്യാനും കുറച്ച് ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ടില്ല. ഉണ്ട്. ഞങ്ങൾക്ക് 19 തീയതി തൊട്ടാണ് സ്റ്റഡി ലീവ്. 25-നാണ് ഫസ്റ്റ് എക്സാം. തേർഡിന്റെയും ഫോർത്തിന്റെയും കൂടി മോഡല് 25-ന്. പിന്നെ സെപ്പറേറ്റ് ഉള്ളത് 3-നും 5-നും ആണ് അടുത്ത മാസം. പിന്നെ മെയിൻ എക്സാം വന്നത് 13-നും 15-നും ആണ്. ഒരു ദിവസത്തെ ഗ്യാപ്പിനാണ്. അതെ. മറ്റേനും അതെ 3-നും 5-നും ആണെങ്കിലും അതെ, ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഒരു ദിവസത്തെ ഗ്യാപ്പ്. അതല്ലേ ഈ ഇപ്പൊ നമ്മളുടെ മോഡൽ എക്സാം അല്ലേ ആദ്യം വരാ? അതെ, മോഡൽ എക്സാം ആണ് 25-ാം തീയതി. മോഡലിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻസ് അല്ലേ നടത്തുന്നത്? ഓക്കെ, ഫൈനൽ എക്സാം വരുമ്പോ നിങ്ങൾക്ക് എന്തായാലും അപ്പോഴേക്കും എന്താ പറയാ കുറച്ച് സമയം കിട്ടുമായിരിക്കും. ഫൈനൽ എക്സാമിന് വീണ്ടും നമുക്ക് സ്റ്റഡി ലീവ് വരുമല്ലോ. അപ്പൊ എന്തായാലും സ്റ്റഡി ലീവ് ഉണ്ടാവുമല്ലോ. അപ്പൊ കുറച്ച് സമയം കിട്ടുമല്ലോ. ഇപ്പൊ മോഡൽ ഫൈനൽ എക്സാമിന് 8 ദിവസം സ്റ്റഡി ലീവ് ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നം വരുന്നില്ല. അത്രയും വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം കുറച്ച് നമ്മൾ മോഡലിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഒന്നുകൂടി ഇങ്ങനെ കുറച്ച് നോക്കാനൊക്കെ ഉള്ള സമയം മെയിൻ എക്സാം വരുമ്പോഴേക്ക് കിട്ടുമല്ലോ. 8 ദിവസവും ഇല്ലേ? പഠിച്ചാലും നമുക്ക് സമയമുണ്ട്. ഞങ്ങളുടെ എക്സാമിന്റെ അന്നത്തെ ദിവസം PGക്ക് കയറാൻ പറ്റൂലല്ലോ. അപ്പൊ ക്ലാസ് അന്നത്തേക്ക് ഉണ്ടാവോ? ആ ക്ലാസ് നമ്മൾ ഓൺലൈനിൽ കണ്ടാ പോരെ. അതാ പറഞ്ഞ കുഞ്ഞു കുറച്ച് ടോപ്പിക്കാണ് എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ കിട്ടുന്ന സമയം അനുസരിച്ച് അതൊന്ന് ക്ലാസ്സിൽ കയറിയിട്ട് അതൊന്ന് കേൾക്കുക, എന്നിട്ട് കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നിട്ട് പിന്നെ ക്ലാസ്സിൽ പിന്നെ ശരിക്കും റെഗുലറായിട്ട് നമ്മൾ കയറുമല്ലോ ക്ലാസ്സിൽ. അന്നേരം നിങ്ങൾ ടീച്ചേഴ്സിനോട് ആ ഭാഗം എവിടെയെങ്കിലും അങ്ങനെ മനസ്സിലാകാത്ത അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ടോപ്പിക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അതെന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ശരി. ടോമിന് ദേശീയ ടോം പോയെന്ന് തോന്നുന്നത്. പോയാ ഇല്ല. യെസ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഇപ്പൊ പകുതി സമയം പോയി. ഓക്കെ, വാട്ടെവർ ഇറ്റ് മേ ബി സമയം പോകുന്ന എനിക്കൊന്നും അറിയായിരുന്നു. കാരണം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാതെ അല്ലെങ്കിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലേ എല്ലാവരുടെയും സമയം പോയി. ഇപ്പൊ എന്റെ അത്രയും സമയം പോയതുകൊണ്ട് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാനത് മേക്ക് ഓവർ ചെയ്തെടുക്കും. എപ്പോഴെങ്കിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോ നിങ്ങൾ ബാക്കിയുള്ളവരുടെ സമയം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയത്തിന് കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം അവർക്ക് വേറെ ഗ്യാപ്പുകൾ കിട്ടില്ല. വേറെ ഇടയ്ക്ക് വന്നിട്ട് ഏതെങ്കിലും ഭാഗം ഒന്ന് കുറച്ച് കൂടുതൽ നേരം എടുത്തിട്ടൊക്കെ പറഞ്ഞു തരാനായിട്ടേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അതിനോടുകൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക.
എന്നിട്ട് എന്തെങ്കിലും ഞാൻ വരുമ്പോൾ എന്നോട് ചോദിക്കുക. അപ്പൊ ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് എന്റെ കയ്യിൽ അന്നേരം തന്നെ എന്തെങ്കിലും റെഡിമെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ്മെന്റുമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളോടൊന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ വീണ്ടും ഇനി ക്ലാസ്സിലേക്ക് പോകാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി എടുത്തു വെച്ചു. ഹൗ ടു അക്വയർ എംപ്ലോയീസ്, എങ്ങനെയാണ്. അതിന് മുമ്പേ ഒരു കാര്യം, ഇവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗില് ഞാൻ നോട്ടിൽ പിന്നീട് നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. പോസ്റ്റ് എക്സിറ്റ് ഒന്ന് ആണോ നോക്കിയാൽ നിങ്ങളുടെ നോട്ടിലുള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ പോസ്റ്റ് എക്സിറ്റ് എന്നാക്കണേ, അത് എക്സിസ്റ്റ് എന്നാണ് തോന്നണേ. ഇവിടെ എന്റെ പ്രിന്റിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ടൊന്ന് എക്സിറ്റ് എന്നാക്കുക, EXIT. അതായത് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഫേസസ് ഓഫ് HR ഇല്ലേ, ഫേസസ്, ഘട്ടങ്ങള്, HR-ന്റെ ഘട്ടങ്ങളിൽ പോസ്റ്റ് എക്സിറ്റ് എന്നൊന്നാക്കണേ. ആണോ? ഓക്കെ ഓക്കെ. എന്റെ നോട്ടില് ഞാൻ പിന്നീട് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചു, അയ്യോ ഞാനത് ക്ലിയർ ചെയ്യാൻ അവരോട് പറഞ്ഞില്ലല്ലോ എന്ന്. അത് പിന്നീടാണ് കേട്ടോ ഞാൻ ഓർത്തത്. അപ്പൊ ഞാൻ വീണ്ടും ഓർത്തപ്പോ പറഞ്ഞതാ. ഇനി എംപ്ലോയീസിനെ നമ്മള് എക്സിസ്റ്റ് എന്നാണോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ നമ്മള് എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ കിട്ടും? അപ്പൊ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെയുള്ള ഡാറ്റ ബാങ്കിൽ നിന്ന്, പേഴ്സണൽ റെഫറൻസ് ഫ്രം മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ട്. അങ്ങനെ ഇനി ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് ഇനി നമുക്ക് താഴെ പഠിക്കാനുള്ളത്. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് ഒന്നാമത്തെ ഇതാണ്. അതായത് എങ്ങനെ നമുക്ക് ഒരു സ്ഥാപനത്തിന്, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആയാലും, ഹൗ ടു ഒബ്റ്റെയിൻ എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാം, സമാഹരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത്തേത് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് ആണ്. വെദർ ഇറ്റ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് ഓർ നോട്ട്, മാനുവൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂമറസ്, അതായത് ഒത്തിരി ആപ്ലിക്കേഷൻസ് വിൽ ബി റിസീവ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് പല പോസ്റ്റിലേക്ക്, നഴ്സിംഗ് പോസ്റ്റിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കാം, ലാബിലേക്കായിരിക്കാം, ഒരുപാട് ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ഇതെല്ലാം തന്നെ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബൈ ഇമെയിൽ ആയിട്ടും ഒത്തിരി ആപ്ലിക്കേഷൻസ് വിൽ ബി ഇൻ ദ ഹോസ്പിറ്റൽ ഡാറ്റ. ഹോസ്പിറ്റലിന്റെ ഡാറ്റയിൽ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ചിലര് ബൈ ഹാൻഡ് കൊണ്ടുപോയി കൊടുത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ ഒത്തിരി ഇതുപോലുള്ള സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഫയൽസ് വിൽ ബി റിസീവ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. അത് അവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. whenever the vacancies occur, ഈ വേക്കൻസീസ് വരുന്ന സമയത്ത്, അപ്പൊ ചിലപ്പോ ആ സമയത്ത് അവിടെ വരുന്ന അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് വേക്കൻസി ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാതെ വരുന്നത്, അല്ലെങ്കിൽ അതൊന്നും നോക്കുന്നില്ല, നമ്മൾ അവിടെ വേക്കൻസി ഉണ്ടോന്നൊന്നും നോക്കാതെ തന്നെ കൊണ്ടൊന്ന് നമുക്ക് എന്താ പറയാ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കിട്ടി ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ ഇന്ന പോസ്റ്റ്, ഞാനിപ്പോ ഒരു ലാബാ പഠിച്ചത്, അപ്പൊ ഒരു ലാബ് ടെക്നീഷ്യന്റെ ഒഴിവ് എപ്പോ വരണോ അപ്പെങ്കിലും വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോരുത്തരും കൊണ്ടുപോയി അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഹോസ്പിറ്റൽസിലും മറ്റു ഓർഗനൈസേഷൻസിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ആയിട്ടോ ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് പരസ്യം കണ്ടിട്ടൊന്നും വന്നതല്ല, പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ല. whenever it occurs, എപ്പോഴാണോ ഈ വേക്കൻസി ഉണ്ടാകുന്നത് അത്തരം സമയങ്ങളിൽ ഇവർ നമ്മളെ വിളിക്കും എന്നുള്ള ഒരു ബോധ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസിലാണ് വി ആർ ഗോയിങ് ടു ഗിവ് ഓർ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. ഇതിന്റെ പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻസ് ആളുകൾ അയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ such applications will be stored in the കമ്പ്യൂട്ടർ ഡാറ്റ ആയിട്ടോ അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് ഹാർഡ്വെയർ കോപ്പീസ് ആയിട്ടോ ഒക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വേക്കൻസി ഒക്കെ അങ്ങനെ ചില വേക്കൻസി വരുന്ന സമയത്ത് they have to scrutinize the applications. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് അത് വെരിഫൈ ചെയ്ത് നോക്കും, സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കും. കമ്പ്യൂട്ടറിലായിക്കോട്ടെ, കമ്പ്യൂട്ടറിലാണെങ്കിലും അത് എടുത്ത് പരിശോധിക്കും. എന്നിട്ട് വെദർ ഇറ്റ് ദിസ് റെസ്യൂമേസ് ഓർ വേക്കൻസീസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വേക്കൻസിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ആപ്ലിക്കേഷൻസ് വെദർ ഇറ്റ് ഈസ് ഫിറ്റിംഗ് ഫോർ അവർ വേക്കൻസി, നമ്മുടെ വേക്കൻസിക്ക് ഫിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഉണ്ടോന്ന് ഇവർ ഈ എന്താ പറയാ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും അതുപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയാലും അതെടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കും. അപ്പൊ ഹോസ്പിറ്റൽസിൽ
വേക്കൻസി ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്ത് വെരിഫൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ റെസ്യൂമേസ് ഉണ്ടായിരിക്കും, ബയോഡാറ്റാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, എടുത്തു നോക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡെസിഗ്നേഷൻ. ഇത് എന്നിട്ട് എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രീതിയിൽ, ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത ഉള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ട് ഇങ്ങനെ തരംതിരിക്കും. ഇപ്പൊ ലാബിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നുണ്ട്, അതൊരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. അടുത്തത് നേഴ്സാണ്. നഴ്സിംഗിൽ തന്നെ വിവിധ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അനസ്തേഷ്യോയില് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഒരു പ്രത്യേക വിഭാഗം തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ നഴ്സിംഗ് ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് പാരാമെഡിക്കൽ കോഴ്സുകളിലൊക്കെ അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ അത് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ ഡെസിഗ്നേഷൻ എവിടെയാണ് ഈ പറയുന്ന ആപ്ലിക്കേഷനിലുള്ള ആളെ നമുക്ക് വിളിച്ചു കയറ്റാൻ പറ്റുക, വേക്കൻസി ഉള്ളവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി categorized according to the designation. ഈ ഡെസിഗ്നേഷൻ അനുസരിച്ച് ഈ CVs അല്ലെങ്കിൽ ബയോഡാറ്റാസ് ഇതെല്ലാം തന്നെ ആപ്ലിക്കേഷൻസിനോടൊപ്പം അറേഞ്ച് ചെയ്ത് വെക്കും. ആൻഡ് ഫ്രം ദാറ്റ് CVs or ബയോഡാറ്റാസ് or also from the applications, ഈ ആപ്ലിക്കേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബയോഡാറ്റയിൽ നിന്ന് it will be arranged and again it is shortlisted as per the existing requirements. ഇപ്പൊ വേണ്ട വേക്കൻസി, ഇപ്പൊ ഫില്ല് ചെയ്യേണ്ട വേക്കൻസി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിനെ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്താണ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ ഒരു ജോലിക്ക് ഒഴിവ് ഉണ്ടെങ്കിൽ ആ ജോലിയിലേക്ക് ആപ്ലിക്കേഷൻസ് ഒരുപാടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ആ ലിസ്റ്റിനെ ചെറുതാക്കി ചുരുക്കി എടുത്താൽ വലിയ കുറെ നീണ്ട ആൾക്കാർ ക്യൂ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് നമ്മൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതിന് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇത്ര എണ്ണം മതി നമുക്ക്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് മാത്രം തിരഞ്ഞെടുക്കും. മനസ്സിലായി? ഇപ്പൊ വേക്കൻസി ഉള്ളത് ഇന്ന പോസ്റ്റിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫാർമസിയിലാണ്, ഒരു ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ആണുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഒരുപാട് ഫീൽഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയാ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഫാർമസിയുടെ സെക്ഷൻ എടുക്കും. എന്നിട്ട് നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഏറ്റവും എഫിഷ്യന്റ് ആയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ആളുകളുടെ ആപ്ലിക്കേഷൻസ് മാത്രം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. അതിനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളതിൽ നിന്ന് നമ്മൾ ഇതിനെ ചുരുക്കി എടുക്കുക, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചുരുക്കി എടുക്കുക. അതാണ്. അപ്പൊ ഇതാണ് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിൽ നിന്ന് നമ്മൾ എംപ്ലോയീസിനെ സ്വീകരിക്കുന്ന രീതി. മനസ്സിലായോ? മെനി ആപ്ലിക്കേഷൻസ് വിൽ ബി റിസീവ്ഡ്. സോഫ്റ്റ്വെയർ ആയിട്ടും ഹാർഡ്വെയർ ആയിട്ടും ഒക്കെ, അതായത് ഹാർഡ് കോപ്പീസ് ആയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നവരുണ്ട്, ബൈ ഹാൻഡ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അതല്ല ഇമെയിൽ ത്രൂ ആയിരിക്കാം, ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്തവരായിരിക്കാം, ഒത്തിരി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം തന്നെ വിൽ ബി സ്റ്റോർഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. വേക്കൻസി അറൈസ്, ഒരു വേക്കൻസി ഉണ്ടാകുമ്പോഴാണ് അതെല്ലാം എടുത്ത് കാറ്റഗറൈസ് ചെയ്ത് ഡെസിഗ്നേഷൻസ് അനുസരിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ട എംപ്ലോയീസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഇതാണ് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഈ ഒരു കാര്യം പറഞ്ഞത്? ഒന്നാമത്തെ എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന ഒന്നാമത്തെ രീതി ഇതാണ്. എനി ഡൗട്ട്സ് ഫോർ എനി വൺ? ഇനിയിപ്പോ ഞാൻ എപ്പോഴും അത് ചോദിച്ചോണ്ടിരിക്കേണ്ടി വരുമോ? ക്ലിയർ ആണല്ലോ? ഒരാൾക്ക് വേണ്ടി എല്ലാവരും കൂടി പറയുന്നതല്ല, എല്ലാവരും അവരവർക്ക് വേണ്ടി പറയണം. അതാണ് എന്റെ ആഗ്രഹം കേട്ടോ. ഇനി അങ്ങനെ ഒരു നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, പോയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? രണ്ടാമത്തെ എന്താ? പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് ആണ്. പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് ആണ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഞാൻ അത് അന്ന് ചുരുക്കി പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഉദാഹരണം ഇപ്പൊ ഇവിടെ ഒരു ടീച്ചറുടെ ഒഴിവുണ്ട്. അപ്പൊ നമ്മളെ മാനേജ്മെന്റ് അറിയിക്കാണ് എന്ത്, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഒഴിവുണ്ട്, അപ്പൊ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ മാനേജ്മെന്റിനെയോ സ്റ്റാഫിനെയോ അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ
അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റൽസ് ക്യാൻ അക്വയർ എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ടുള്ള വഴികളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഈ പറയുന്ന മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അവിടുത്തെ മാനേജ്മെന്റിനെ അവരുടെ സ്റ്റാഫിനെയൊക്കെ ഇന്റിമേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് they need some employees in particular departments. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ജോലിക്കാരെയൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻസൈഡ് ആ ഇന്റേണൽ ആയിട്ടുള്ള കുറെ സർക്കുലറൊക്കെ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യും. അവരെ അറിയിക്കണമല്ലോ, ഓടി നടന്ന എല്ലാവരോടും പറയല്ല. ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ആയിട്ട് ഒരു സർക്കുലർ പോലെ അവരെ പാസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മെമ്മോ പോലെ അവർക്ക് അയച്ചു കൊടുക്കുന്നത് ഇന്ന പോസ്റ്റില് ആളുകളുടെ ഒഴിവുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ ഒരു വേക്കൻസിയിലേക്ക് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവരെ ഇന്റിമേറ്റ് ചെയ്യും. സോ ഫ്രം ദിസ് സർക്കുലാർസ് the management can choose many employees. അവരെ ഇങ്ങനെ പറയാ, മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്ന രീതിയിൽ അവരുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടുകളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ആർക്കാണോ വെൽവിഷേഴ്സോ ആർക്ക് വേണമെങ്കിലും ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. അങ്ങനെ ആ പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് റിക്രൂട്ട്മെന്റ് നേടിക്കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് വേണ്ടതാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഉള്ള ആ രീതിയിലായിട്ട് മാനേജ്മെന്റിലേക്കും സ്റ്റാഫിലേക്കും ഒക്കെ ഇത്തരം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. അപ്പൊ സ്റ്റാഫ് ഐദർ ഡയറക്ട്ലി അപ്ലൈ, അല്ലെങ്കിൽ ഒന്നുകിൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ HR മാനേജറെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ പരിചയത്തിൽ ഒരു ആളുണ്ട്, എനിക്ക് അവിടെ ആളെ കൊണ്ടുവന്ന് ആ ജോലി അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു ജോലി കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ എന്റെ പരിചയത്തിലോ അല്ലെങ്കിൽ എന്റെ ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടോ ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ നേരിട്ട് അവരോട് അപ്ലൈ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ നേരിട്ട് എന്ത് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം HR മാനേജറിനോട്, എന്റെ പരിചയത്തിൽ ഇന്ന കുട്ടിയുണ്ട്, അപ്പൊ ആൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ആണ്, ഇന്ന നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ HR മാനേജറിനോട് ചെയ്യാം. സോ ദാറ്റ് they can also apply for that post. ആ പോസ്റ്റിലേക്ക് അവർക്ക് എന്താ പറയാ അപ്ലൈ ചെയ്യാം. അങ്ങനെ HR ഏറ്റവും കൂടുതലായിട്ട് ആ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് നമുക്കത് നേടിയെടുപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ല ആരുടെയെങ്കിലും ഫോഴ്സിലല്ല, നമുക്കൊരു ആഗ്രഹം കൂടി വേണം എന്ത് ജോലി ചെയ്യാനും. അതുപോലെ തന്നെ ആ ജോലി ഞാൻ ചെയ്താൽ എങ്ങനെയാകും, അത് വളരെ ആഗ്രഹത്തോടുകൂടി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവരാണ്, മോഹിക്കുന്നവർ, ആ ഒരു കൂടുതൽ അതിന്റെ ജെന്യുവൻ ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്കത് റെക്കമെൻഡ് ചെയ്ത് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാനേജ്മെന്റ്, മാനേജേഴ്സ്, സ്റ്റാഫ് ആരൊക്കെ ആയിക്കോട്ടെ, വെദർ ദേ ആർ റെക്കമെൻഡിങ് അല്ലെങ്കിൽ വൈൽ ദേ ആർ റെക്കമെൻഡിങ് ഫോർ എ പെർട്ടിക്കുലർ പോസ്റ്റ്, ഏതെങ്കിലും ഒരു ആപ്ലിക്കന്റിനെ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ പോസ്റ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, അത്രയും നല്ല നമുക്ക് ബോധ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് വളരെ ഫെയ്ത്ത്ഫുൾ സിൻസിയറിറ്റി ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പോസ്റ്റിലേക്ക് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് നമ്മളുടെ ഇമേജിനെ എന്താ പറയാ കോട്ടം വരുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ഒരാളെ കൊണ്ടുവന്നു, അവര് മുഖാന്തരം എന്തെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷനിൽ ഞാൻ ആളെ കൊണ്ടുവന്ന് ജോലിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പക്ഷെ പിന്നീട് ആ ആളിൽ നിന്നും എനിക്കൊരു ചീത്തപ്പേരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വളരെ കൃത്യമായ ആളുകളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യിപ്പിക്കുക. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഓർഗനൈസേഷൻസിനും ഒരു ഇതുണ്ട്, വിശ്വാസം ഉണ്ടാകും. കാരണം ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളെ ആണെങ്കിൽ ആ ആള് നല്ല രീതിയിൽ ഉള്ള ആളാണ്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, മറ്റു രീതിയിലൊന്നും എന്താ പറയാ ചീറ്റിങ്ങോ മറ്റൊക്കെ കാണിക്കുന്ന ആളല്ല എന്നൊക്കെ ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അത് എനിക്കാണ് ചീത്തപ്പേരാളുക. ഓക്കെ, അപ്പൊ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതാണ് അവിടെ പറയുന്നത്, എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് പേഴ്സണൽ സ്റ്റാഫ് മാനേജർ ആരായിക്കോട്ടെ, മെമ്പർ റെക്കമെൻഡിങ് എ റോങ് ഓർ ഫ്രോഡ് കാൻഡിഡേറ്റ്, ഏതെങ്കിലും ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള നടക്കുന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്തില്ല. അങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ എന്ത് പറ്റും, അങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ നമ്മളെ കുറിച്ചുള്ള ഒരു ഇമേജ് ആണ് അവിടെ നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെ ചെയ്യില്ല എന്നാ പറയുന്നത്, ഡസ് നോട്ട് എറൈസ്. കാരണം അങ്ങനെ നമ്മൾ ഫ്രോഡ് ആയിട്ടുള്ള ആരെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ബിക്കോസ് വി ഫിയർ അബൌട്ട് ദ ടാർണിഷിംഗ് ഓഫ് അവർ ഇമേജ്. നമ്മുടെ എന്താ പറയാ ഒരു ഇമേജിന് കോട്ടം വരുന്ന രീതിയിൽ, കളങ്കം വരുന്ന രീതിയിൽ ആയാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് നമ്മളൊരു ഫ്രോഡ് കാൻഡിഡേറ്റിനെ, ഒരു എന്താ പറയാ റോങ് കാൻഡിഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൂടി ഉണ്ട് ഇതിനകത്തൊരു മറ്റൊരു കാര്യം. അല്ലാതെ പുറത്തുനിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അവരൊക്കെ നല്ലവരാണോ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതെന്തായാലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആരും അപ്ലൈ ചെയ്യും, ഏത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒഴിവുകളൊക്കെ
കാണുമ്പോൾ ആ മനുഷ്യന്മാര് നല്ലവരാണോ ഈ അപ്ലൈ ചെയ്തേക്കണം നമുക്ക് അവരുടെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ലല്ലോ. അവര് അപ്ലിക്കേഷൻ തരുന്നു, അവര് ക്വാളിഫൈഡ് ആണ്, എഫിഷ്യന്റ് ആണ്, അവർക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ചൂഴ്ന്നെടുത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഒരു നല്ല ഓപ്ഷൻ ആണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേക്കൻസി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ. കാരണം മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ റെക്കമെൻഡ് ചെയ്തവരല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവര് വരുമ്പോ നല്ലവരായിരിക്കണം. കാരണം എന്താ, റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ചീത്ത ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പൊ ഞാനൊരു ഇവിടെ ഒരു ഒഴിവുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അത് ആള് നല്ല രീതിയിൽ ജോലി ചെയ്യില്ല. ഈ ജോലി കിട്ടിയാൽ മാത്രം മതി, പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. ഐ എം നോട്ട് കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ അഗൈൻ. ഞാൻ ആ ആളെ കുറിച്ച് എനിക്കും പറ്റില്ല. കാരണം ആളും കൂടി വന്നിട്ട് ഇനി ഇവിടെ ആകെ കൊളാക്കിയിട്ട് ഞാനും കൂടി അതിന്റെ ചിത്തപ്പേര് കേൾക്കേണ്ടി വരും എന്ന് വിചാരിക്കില്ലേ? അതിന്റെ ഒരു ഫ്രോഡ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് വേണ്ടി ആരും റെക്കമെൻഡേഷൻസ് നടത്തില്ല. ദാറ്റ് മീൻസ് ആ വേക്കൻസി നമുക്ക് നല്ല ആളുകളെ കൊണ്ട് എന്താ പറയാ ഫില്ല് ചെയ്യിപ്പിക്കാൻ ഈ ഒരു ഓപ്ഷൻ നല്ലതാണ് നമുക്ക് എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ. അപ്പൊ പേഴ്സണൽ റെഫറൻസ് ബൈ മാനേജ്മെന്റ് ഓർ സ്റ്റാഫ് ഈസ് ഓൾസോ അനദർ മെത്തേഡ് ഓഫ് അക്വയറിംഗ് എംപ്ലോയിനെ നേടിയെടുക്കാനായിട്ടുള്ള മറ്റൊരു രീതിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കാം. പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് വെറുതെ ഒന്ന് വേഗം ഒന്ന് കണ്ണോടിച്ച് വായിച്ചേ. വായിക്കാം. കഴിഞ്ഞെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കഴിഞ്ഞെങ്കിലും പറയുകയും ചെയ്യാം. ഉണ്ടോ ഡൗട്ട് ആർക്കെങ്കിലും? സെന്റൻസ് വായിച്ചിട്ട് ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടെ എങ്കിലും എടുത്തോട്ടെ. എടുത്തില്ല നമ്മളിത്. എടുത്തോട്ടെ അടുത്ത പോയിന്റ്. നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്. ഓക്കെ, ഇതും മറ്റൊരു രീതിയാണ്. എംപ്ലോയീസിനെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിയ മറ്റൊരു രീതിയാണ്. ബൈ പബ്ലിഷിംഗ് ഇറ്റ് ഓൺ ദ നോട്ടീസ് ബോർഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നുണ്ട്, പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട് അല്ലെ, റിലേറ്റീവ്സ് ആയിട്ടൊക്കെ. അപ്പൊ ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡേ ബൈ ഡേ വിസിറ്റിംഗ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ 1000 100 കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. സോ ദാറ്റ് ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള വേരിയൻസീസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ് ടു ദ പബ്ലിക് ബൈ ഡിസ്പ്ലേയിങ് ഇറ്റ് ഇൻ ദ നോട്ടീസ് ബോർഡ്. തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസിലെ നോട്ടീസ് ബോർഡിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആളുകളെ വേക്കൻസിയെ കുറിച്ച് അറിയിക്കാം. സോ ഇറ്റ് വിൽ ബി ഇൻ ദ ഫ്രണ്ട് ഓഫീസ്. അത് എവിടെയായിരിക്കും? എവിടെയെങ്കിലും പുറകിൽ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്താൽ മതിയോ? അല്ല, ഫ്രണ്ട് ഓഫീസിൽ തന്നെ അത് വരുന്നവർക്കും പോകുന്നവർക്കും എപ്പോഴും പെട്ടെന്ന് അത് വിസിബിൾ ആകുന്ന രീതിയിൽ അങ്ങനെയുള്ള നോട്ടീസ് ബോർഡുകൾ സ്ഥാപിച്ച് അതിനകത്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവർക്കത് കാണുകയും ചെയ്യാം. ആൻഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയാ ആളുകൾ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽസിന്റെ ജോലിയുടെ ഒരു ഭാഗമാകാനായിട്ട് താല്പര്യമുള്ളവർക്ക് ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ് അല്ലെ. തീർച്ചയായിട്ടും അവർക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഡെയിലി ബേസിസിൽ ഒത്തിരി ആളുകളൊക്കെ ചിലപ്പോ എന്താ പറയാ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് ഡെയിലി വേജസ് ആയിട്ടൊക്കെ ജോലി ചെയ്യാനും ഡെയിലി ബേസിസ് കോൺട്രാക്ട് ആയിട്ട് എംപ്ലോയീസ് ആയിട്ട് വരാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ആൻഡ് ഓൾസോ ദേ ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. അത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ പറയുന്ന ഇതുപോലെയുള്ള ആളുകളിൽ നിന്നും ദേ ക്യാൻ ഓൾസോ അക്വയർ ബയോഡാറ്റാസ്. ഈ പറയുന്ന ആൾക്കാർ വരുമ്പോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആഗ്രഹിക്കുന്നവര്, ആസ്പിരൻസ് മീൻസ് ഈ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഈ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന രീതിയിലൂടെ they can apply for the post. And also it will be very effortless, എന്താ പറയാ ഭയങ്കര പാടുള്ള ഒരു പണിയായിരിക്കും, എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈ ഫോർ സോഴ്സിംഗ് ദിസ് പർട്ടിക്കുലർ ബയോഡാറ്റാസ്. കാരണം അവിടെ വരുന്ന ആപ്ലിക്കേഷൻസ് അപ്പൊ വളരെ കൂടുതലായിരിക്കും. കാരണം നോട്ടീസ് ബോർഡിലല്ലേ ഇട്ടിരിക്കുന്നത്, ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നില്ലേ. അപ്പൊ ഒരുപാട് പേര് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ബയോഡാറ്റാസിന്റെ എണ്ണമൊക്കെ ഭയങ്കര കൂടുതൽ
കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ ബി എഫേർട്ട് ജോബ് അല്ലെ, ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു ജോബാണ് ഫോർ സ്ക്രൂട്ടിനൈസിങ് ആൻഡ് ഓൾസോ ടു മിനിമൈസ് ദ ടാർഗറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ്. അവിടെയുള്ള വേക്കൻസി ഇപ്പൊ 10ഓ 20ഓ വേക്കൻസിയാണ്, പക്ഷെ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അതിനെ മിനിമൈസ് ചെയ്ത് ഈ ഒത്തിരി ആപ്ലിക്കേഷൻസിൽ നിന്ന് മിനിമൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് എഫേർട്ട് ജോബാണ്. വളരെ എന്താ പറയാ എഫേർട്ട് എടുക്കേണ്ട ഒരു ജോലി കൂടിയാണ് എന്നുള്ളതുമാണ് ഈ ഒരു പ്രത്യേകത. എന്തായാലും ഇഷ്ടംപോലെ എംപ്ലോയീസിനെ കിട്ടും, പക്ഷെ അതിനകത്ത് വരുന്ന മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് വേണ്ടവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോട്ട് ഓഫ് people are visiting the hospitals day by day. ഡെയിലി ബേസിൽ എത്ര പേരായി വന്നു പോകുന്ന രോഗികളായിട്ട് വരുന്നവരുണ്ട്, രോഗികളെ കൊണ്ട് വരുന്നവരുണ്ട്, രോഗികളെ കാണാൻ വരുന്നവരുണ്ട്, മറ്റു രീതിയിൽ വിസിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത് പബ്ലിക്കിനും പേഷ്യൻസിനും വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ they can acquire more employees, കൂടുതൽ എംപ്ലോയീസിനെ അവർക്ക് എന്താ പറയാ ആപ്ലിക്കേഷൻസിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. We can also follow a practice of notifying the vacancies to the public by publishing its details on the public notice board in the front office of the hospitals in the front office അത് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എത്ര വേക്കൻസീസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള വേക്കൻസി ഉള്ള എന്നൊക്കെ ആളുകളെ അറിയിക്കാനായിട്ട് സാധിക്കും. And it is pretty confident that more than hundreds of patients and their bystanders, അറിയാം ഒത്തിരി ആളുകൾ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ വാക്ക് ഇൻ വാക്ക് ഔട്ട് നടത്തുന്ന ഒരിടാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അല്ലെ, ഡെയിലി കാര്യം. ഞാൻ വെറുതെ വായിച്ചത് മാത്രം. ക്ലിയർ ആയോ? അത് മൂന്നാമത്തെ പോയിന്റ്. ഏതൊക്കെ രീതിയിലാണ് എംപ്ലോയീസിനെ നമുക്ക് സമാഹരിക്കാൻ പറ്റുക? ഹോസ്പിറ്റൽസിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും പല ഓർഗനൈസേഷൻസിലും അങ്ങനെ എംപ്ലോയീസിനെ ഈ പറയുന്ന രീതികളിലൊക്കെ നമുക്ക് കൂടുതൽ എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ പറ്റും. അത് ഹോസ്പിറ്റൽസ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ എന്ന് മാത്രം. ക്ലിയർ ആയോ? യെസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് through CCTV installed in all floors. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഇന്ന് വലിയ ഓർഗനൈസേഷൻസിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ നിലകളിലും ഓരോ ഫ്ലോറുകളിലും തന്നെ CCTVs ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നടക്കുന്ന പല കാര്യങ്ങളും കാണുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. എല്ലായിടത്തും എന്താ പറയാ കൊടുക്കുന്ന സേവനങ്ങളൊക്കെ കൃത്യമായി ഹോസ്പിറ്റൽസിലെ എല്ലാ മേഖലകളിലും സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ അല്ലെ, ഫ്രോഡ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, പല പർപ്പസിന് വേണ്ടിയിട്ടാണ് CCTVs ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ മാത്രമല്ല ഈ TVസിലൂടെ എന്താ പറയാ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ പല കൗണ്ടേഴ്സും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് വിസിബിൾ ആകുന്ന രീതിയിലും പല അതന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹോസ്പിറ്റൽസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഈ ഇന്റർവെൽസിൽ അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിലൊക്കെ ഹോസ്പിറ്റൽസ് ക്യാൻ ഓൾസോ they can display the doctors names, അവരുടെ ഉള്ള മേജർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പേരുകള്, അവർ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകള് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവർക്ക് ഈ പറയുന്ന ഇവിടെ ഇൻഫർമേഷൻ ആയിട്ട് ഈ CCTVയിലൂടെ അവർക്ക് ആളുകൾക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഇഫ് ദർ ഈസ് എനി വേക്കൻസീസ് ഇൻ ദ ഹോസ്പിറ്റൽ, അതിനിടയിൽ ഇനി ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്പ്ലേഡ് അല്ലെ, അതും നമുക്ക് ഹോസ്പിറ്റൽസിലെ ഈ പറയുന്ന CCTVയിലൂടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈ പറയുന്ന വന്നു പോകുന്ന ആൾക്കാർ, നേരത്തെ പറഞ്ഞ നോട്ടീസ് ബോർഡിന് പകരം ഇത് വേറെ CCTV ആണെന്ന് മാത്രം, പോകുന്നവരും വരുന്നവരും ഒക്കെ കാണുകയും ചെയ്യും. ഈ പറയുന്ന ടിവിയിലൂടെ ഒക്കെ ജസ്റ്റ് ഒന്നും നോക്കാതിരിക്കില്ലല്ലോ. അപ്പൊ അതിൽ കൂടി നോക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് അവർക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ടോ ആരെങ്കിലും വഴിയൊക്കെ ഈ പറയുന്ന കാര്യം ആളുകളിലേക്ക് എത്തി they can apply for that particular post. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മറ്റൊരു രീതിയാണ് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതി. CCTV installed in all floors. ഒന്ന് വായിച്ചു നോക്കാം.
വായിച്ചോ? ഓക്കെ. നാല് പോയിന്റ് ആണ് ഞാൻ എടുത്തത്. ഈ 4 പോയിന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാ ബാങ്കുകൾ, അതായത് വിതിൻ ദ ഓർഗനൈസേഷൻ ആണ്, ഉള്ളിൽ തന്നെയുള്ളത്. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഡാറ്റാ ബാങ്കിൽ നിന്നും ആളുകളെ നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റും സ്റ്റാഫിനെയൊക്കെ റെഫർ ചെയ്തിട്ട് അവരുടെ റെഫറൻസിലൂടെ എംപ്ലോയീസിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. നോട്ടീസ് ബോർഡ്, അതായത് വന്നു പോകുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് മറ്റുമൊക്കെ കാണുന്ന രീതിയിൽ ഫ്രണ്ട് ഓഫീസിൽ തന്നെ, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ വേക്കൻസീസിന്റെ എണ്ണവും വേക്കൻസി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ പറ്റും. ആൻഡ് ത്രൂ CCTV ഇൻസ്റ്റാൾഡ് ഇൻ ദ ഫ്ലോർസ്, ഓരോ ഫ്ലോറുകളിലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CCTVയിലൂടെ ഈ പറയുന്ന പരസ്യങ്ങളിലൂടെ പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ന്യൂസ് ഒക്കെ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഈ CCTV ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയൊക്കെ ഇടയ്ക്ക് ഇന്റർവെൽ ടൈമിങ്ങിൽ, അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വേക്കൻസീസും ഹോസ്പിറ്റലിന്റെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയുക ഉണ്ട് എന്നുള്ളതും, അങ്ങനെ അതിന്റെ പദ്ധതിയിൽ വേക്കൻസീസിന്റെ കാര്യമൊക്കെ അവിടെ അറിയിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഈ 4 രീതിയിലാണ് എന്താ പറയാ എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്. ബാക്കി എന്ത് 5 കൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. അത്രയും ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. സോ സീ യു നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുണ്ടായിക്കോട്ടെ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ. താങ്ക് യു. Okay, thank you.